ഹലോ, എല്ലാവർക്കും എന്നാ ഉണ്ടെന്ന് വിശേഷം? എനിക്ക് അത്ര നല്ല വിശേഷമല്ല. ഇത് കണ്ടോ, ഞാനൊരു യുദ്ധം കഴിഞ്ഞിറങ്ങി വന്നത് കൂട്ടാണ്. എന്തുട്ടാ മക്കളെ ഈ പറയാ, ചൂടത്ത് ഒരു രക്ഷയില്ല. അടുക്കളയിൽ നിന്ന് കുറച്ചധികം നേരം ഞാൻ നിൽക്കേണ്ടി വന്നു. ഇന്ന് പണി കഴിഞ്ഞപ്പോഴേ തുടച്ചൊരു തോർത്തും മൊത്തം അങ്ങോട്ട് നനഞ്ഞ്. നിങ്ങൾക്ക് ഇങ്ങനെ ആയാലേ എങ്ങനെ ജീവിക്കും എന്ന് പറ. ഓടി റൂമിൽ കയറി കുറച്ച് നേരം എ സി ഒന്നിട്ട് അവിടെ ഒന്ന് അറുമാദിക്കാൻ വേണ്ടി വന്നതാണ്. എ സി ഇട്ടിട്ടും വലിയ ഗുണമൊന്നുമില്ല. ഞാൻ ശരിക്കും ആകെ നനഞ്ഞ് കുളിച്ചിരിക്കുക. എൻ്റെ ഉടുപ്പൊക്കെ ഒട്ടിപ്പിടിക്കണം. ആകെ പരവേശം. ഒട്ടും വയ്യാട്ടോ. വെള്ളം കുടിച്ച് വയർ മുഴുവനും നിറഞ്ഞിരിക്കുക. എന്നാലും പരവേശത്തിന് ഒരു കുറവില്ല കേട്ടോ. ഇങ്ങനെ ഞാൻ കഷ്ടപ്പെട്ടിട്ടുണ്ട്. നിങ്ങളോ? എനിക്ക് വയ്യ. ഇന്നത്തെ എൻ്റെ ഫുഡ് കണ്ടേ, ഞായറാഴ്ചയല്ലേ, നല്ല ഞാൻ പൊറോട്ടയാണ് ഉണ്ടാക്കിയത്. ഇതിൻ്റെയാണ് വിയർപ്പ്. കുറേ നേരം ചൂടത്ത് നിന്നേ നല്ല ഒരു കിണ്ടിൽ പൊറോട്ട ഇവിടെ നന്നായിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നല്ല സോഫ്റ്റായിട്ടുള്ള പഞ്ഞി പോലത്തെ പൊറോട്ട കേട്ടോ. പൊറോട്ടയുടെ കൂടെ തമിഴ്നാട് ടൈപ്പിലുള്ള ഒരു ചിക്കൻ സാലനയാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കിയത്. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ തിക്കായിട്ട് പൊറോട്ട ഇങ്ങനെ മൊത്തം കുതിർത്തി സാലന ഒഴിച്ച് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ സാലന ഉണ്ട്. പിന്നെ ഞാൻ ചിക്കൻ കറി ഉണ്ടാക്കിയിട്ടുണ്ട്. ചോറുള്ളത് കൊണ്ട് കുറച്ച് ചിക്കൻ കറിയും കൂടെ വച്ചില്ലെങ്കിൽ പണിയാണ്. എന്ത് കഴിച്ചാലും ചിലർക്ക് ചോറ് വേണം. അപ്പോൾ അക്കൂട്ടത്തിലുള്ളവരാണെങ്കിൽ അവർക്ക് മസ്റ്റല്ലേ. അതുകൊണ്ട് ചോറും വെച്ചു, പിന്നെ കുറച്ച് ചിക്കൻ കറിയും വെച്ചു. ഇതൊക്കെ വെച്ച് കഴിഞ്ഞ് പാത്രമെല്ലാം തേച്ച് കഴുകി അവിടുത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ ആകെ അവശതയായി. കിച്ചണിൽ നമ്മൾ ചൂട് കൊണ്ട് ഒട്ടും നിൽക്കാൻ പറ്റുന്നില്ല കേട്ടോ. ഭയങ്കര ബുദ്ധിമുട്ടാണ്. ദൈവമേ, ഈ ചൂട് എന്ന് കുറയോ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ഞാൻ കഴിക്കാൻ പോവാട്ടോ. കുളിച്ചിട്ട് എന്നിട്ട് വേണം ഒന്ന് കഴിക്കാൻ. കാരണം അത്രയ്ക്ക് അവശത. ചില സമയത്ത് ഞാൻ ഫ്രിഡ്ജ് തുറന്നിട്ട് ഓടിപ്പോയി എൻ്റെ മുഖം മാത്രം ഞാൻ ഫ്രിഡ്ജിൻ്റെ അകത്തോട്ടൊന്ന് വെച്ച് കാണിക്കും കേട്ടോ. അപ്പം ഇച്ചിരി ഒരു ആശ്വാസം കിട്ടും. ഒരു തുണിയെടുത്ത് തുടച്ച് മുഖമൊക്കെ ആകെ ഇപ്പോൾ പൊള്ളിയിരിക്കണം. ഞാൻ ഫ്രിഡ്ജിൻ്റെ അകത്താട്ടോ, പേടിക്കേണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പിന്നെ ഞാൻ എ സി ഇട്ടിട്ട് റൂമിലോട്ട് പോയി ഓടി വരും. ഇങ്ങനെയൊക്കെയാണ് എൻ്റെ അവസ്ഥ. വെള്ളം കുടിച്ച് ആകെ വെള്ളം എനിക്ക് വെറുത്തെന്ന് പറയാം. അത്രയ്ക്കൊരു അവശതയായിപ്പോയി. എല്ലാവരും ഇങ്ങനെയാണെന്നറിയാം. എന്നാലും എല്ലാവരും സേഫായിട്ടിരിക്കുക, നന്നായിട്ട് വെള്ളം കുടിക്കുക, കഴിവതും പുറത്തിറങ്ങാതിരിക്കുക. ചൂടിനെ പ്രതിരോധിക്കാൻ എന്തൊക്കെ നിങ്ങൾക്ക് കഴിക്കാൻ പറ്റുമോ ഫ്രൂട്ട്സൊക്കെ കഴിക്കുക, സേഫായിട്ടിരിക്കുക. അപ്പോൾ എല്ലാവർക്കും ബൈ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.